എല്ലാവർക്കും V4 ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് JBLൻ്റെ A602 എന്ന ഒരു മോഡൽ സബ് വൂഫർ ആംപ്ലിഫയർ ആണ്. ഇത് നമുക്കിവിടെ സർവീസിന് വന്നിട്ടുള്ളതാണ്. ഇത് എങ്ങനെ സർവീസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റെഡ് ലൈറ്റ്, അത് ഫോൾട്ട് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ വെച്ചെങ്കിൽ ഇത് വെള്ളം നനഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ സർവീസ് ചെയ്യാതെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം. ഓൾറെഡി ഞാനത് തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് തോന്നിയത്. ഇതിൽ ഈ കണ്ടില്ലേ, ഈ പറഞ്ഞ ഇതിൽ ഈ താഴത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ചുമപ്പ് ഇൻഡിക്കേറ്റർ കത്തിക്കൊണ്ട് നിൽക്കാറുന്നു. അതിനർത്ഥം ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ്. കാര്യം എന്താ വെച്ചെങ്കിൽ ഈ ബോർഡ് വെള്ളം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഈ ഐസികളൊക്കെ ഷോർട്ടായി ഉണ്ടായിരുന്നു. ഇതിലൊരു 1, 2, 3, 4, 5, 6 ഐസികളുണ്ട്. ആ ഐസികൾ ഞാൻ അതിൽ നിന്ന് ഊരിയെടുത്തപ്പോഴാണ് ഈ റെഡ് ഇൻഡിക്കേറ്റർ കെട്ടത്. അതേമാതിരി തന്നെ ഇതിൻ്റെ വോൾട്ടേജ് ഇപ്പോഴാണ് വന്നത്, 27 വോൾട്ട് എന്നുള്ളത്. അത് നമുക്ക് മൾട്ടിമീറ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. കണ്ട, -27 വോൾട്ട് ഉണ്ട്. അതേമാതിരി തന്നെ നോക്കുകയാണെങ്കിൽ കണ്ട, +27 വോൾട്ടും ഇതിൽ വന്നിട്ടുണ്ട്. മുന്നേ ഇത് ഡിസ്കണക്ട് ചെയ്താൽ മാത്രമാണ് ഈ വോൾട്ടേജ് വന്നിട്ടുണ്ടാകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഐസികളൊക്കെ ഡിസോൾവ് ചെയ്ത് എടുത്തപ്പോഴാണ് ഇപ്പോൾ ഇത് കണക്ട് ചെയ്താലും വോൾട്ടേജ് പറഞ്ഞ ലെവലെത്തിയത്. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള ഐസികളെന്ന് പറയണത്. 2 കൂടി എടുക്കാണ്ട് നമുക്ക് അതും കൂടി ഡിസോൾവ് ചെയ്തെടുക്കാം. ഇങ്ങനത്തെ ഈ കമ്പനി ആമ്പുകളിൽ ഇങ്ങനെ ഈ വെള്ളം കയറിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു പ്രശ്നങ്ങൾ വരാറ്. അല്ലാണ്ട് വേറെ രീതിക്കുന്നത് അത് അത്ര പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്ന ആംപ്ലിഫയറുകളല്ല. കാരണം എന്താ വെച്ചെങ്കിൽ ഇത് ഫുള്ള് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് ഇത് ചെയ്യണത്. ഞാനിവിടെ ഹോട്ട് ടൈം വെച്ചല്ല എടുക്കുന്നത്. അത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ ഈ ഐസികളൊക്കെ നമ്മൾ ഡിസോൾവ് ചെയ്തെടുക്കുന്നത്. ഇതാണ് ഒരെണ്ണം. ഇനി നമുക്ക് അടുത്തും കൂടി എടുക്കാം. അപ്പുറത്തും ഒന്ന് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐസ് ഇങ്ങോട്ട് കിട്ടും. അറിയാത്തവർക്ക് അങ്ങനെ ചെയ്യാം, ഹോട്ട് അയണൊന്നും ഇല്ലാത്തവർക്ക്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഐസിയുടെ നമ്പറൊന്നും കാണാനില്ല. ഇതിൻ്റെ സർക്യൂട്ട് ഏകദേശം 45, 58 എന്ന് പറഞ്ഞിട്ടുള്ള IC ആയിരിക്കണം. 1, 2, 3, 4, 5, 6 ഐസികളുണ്ട്. നമുക്ക് ഈ 45, 58 ഒന്ന് ഇട്ടിട്ട് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതേ നമ്മുടെ ഐസികളൊക്കെ മാറ്റിയിട്ടുണ്ട് അല്ലേ. 1, 2, 3, 4, 5, 6 ഐസികൾ മാറ്റിയിട്ടുണ്ട്. 6 ഐസികൾ മാറ്റിയപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ ശരിയായിട്ടുണ്ട്. അപ്പോൾ 45, 58 തന്നെയാണ് ഇതിലെ IC എന്ന് പറയണത്. ഇനി കണ്ടേ, നമ്മുടെ ഗ്രീൻ ലൈറ്റ് കത്തിയുണ്ട്. അതിനകത്ത് നമ്മുടെ ആംപ്ലിഫയർ ഓക്കെ ഉണ്ടെന്നാണ്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കി നോക്കാം. വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊന്നുകൂടി നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടി നോക്കി നോക്കാം.
അല്ലേ നമ്മുടെ ആംപ്ലിഫയർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റും റൈറ്റും ചാനലുകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേമാതിരി നമുക്ക് ഇങ്ങനത്തെ കമ്പനി ആമ്പുകളൊക്കെ നമുക്ക് സർവീസ് ചെയ്തെടുക്കാം. ഒരുവിധ ആമ്പുകളൊക്കെ നമുക്ക് ഇതേമാതിരി സർവീസ് ചെയ്തെടുക്കാം. പിന്നെ ഈ ആമ്പിൽ വരുന്ന സെക്ഷൻ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു പവർ സപ്ലൈ സെക്ഷനാണ്. ഈ കാണുന്നത് ഒരു പവർ സപ്ലൈ സെക്ഷൻ. പിന്നെ ഇതൊരു ആംപ്ലിഫയർ സെക്ഷനാണിത്. അതേമാതിരി തന്നെ ഇതാണ് പ്രീ സെക്ഷൻ, അതായത് സബ് വൂഫർ, ഫിൽറ്റർ ബോർഡ്, ബാസ് ട്രബിൾ ബോർഡ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പ്രീ സെക്ഷൻ. ഇത്രയൊക്കെയാണ് ഈ ഒരു ആംപ്ലിഫയറുകളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. ചിലത് 4 ചാനൽ ആമ്പ് ആയിരിക്കാം. ഇതൊരു 2 ചാനൽ ആമ്പാണ്. നമുക്ക് 2 സ്പീക്കർ കണക്ട് ചെയ്യാം, അതല്ലെങ്കിൽ 2 കൂടിയിട്ട് ഒറ്റ സ്പീക്കറിലേക്ക് കൊടുക്കാം. അത് ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതേമാതിരി ഇലക്ട്രോണിക് സംബന്ധമായ വീഡിയോസാണ് നമ്മുടെ ചാനലിലുണ്ടാവുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.